അപ്പൊ നമ്മുടെ ചോദ്യം, അവിവേകമായി നേർച്ച നേർന്നതിന്റെ പേരിൽ സ്വന്തം മകളെ ബലിയർപ്പിച്ച വേശ്യപുത്രനായ ജഫ്തായെയും വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ട വൃതസ്ഥനായ സാംസണെയും ആദർശ പുരുഷന്മാരായി പരിഗണിക്കാമോ? ഇതൊക്കെ വിശദീകരിക്കുന്ന പുസ്തകത്തെ എങ്ങനെ ദൈവവചനമായി കരുതാനാകും? ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. മിശിഹായിൽ പ്രിയമുള്ളവരെ, ബൈബിൾ എന്നത് പാപിയും രക്ഷിക്കപ്പെടേണ്ടവനുമായ മനുഷ്യന്റെ പച്ചയായ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവനെ രക്ഷയിലേക്കും നിത്യജീവിതത്തിലേക്കും കൈപിടിച്ച് നയിക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിവരിക്കുന്ന രക്ഷാചരിത്രമാണത്. അതിനാൽ ബൈബിളിൽ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തികളെല്ലാം ആദർശ പുരുഷന്മാരായ വിശുദ്ധരല്ല. അവരുടെ എല്ലാ പ്രവൃത്തികളും വിശുദ്ധമോ അനുകരണീയമോ അല്ല. ദൈവകൽപ്പന ലംഘിച്ച ആദാമും സഹോദരനെ വധിച്ച കായേനും സഹോദരനെയും പിതാവിനെയും വഞ്ചിച്ച യാക്കോബും വ്യഭിചാരവും കൊലപാതകവും നടത്തിയ ദാവീദും എല്ലാം ഇപ്രകാരമുള്ള പച്ചയായ മനുഷ്യരാണ്. ഇവരുടെ ജീവിതം മറ കൂടാതെ തുറന്നു കാട്ടുമ്പോൾ സ്വന്തം ശക്തി കൊണ്ട് മനുഷ്യൻ നേടിയെടുക്കുന്നതല്ല, മറിച്ച് ദൈവം കനിഞ്ഞ് ദാനമായി നൽകുന്നതാണ് രക്ഷ എന്ന സത്യമാണ് വെളിപ്പെടുന്നത്. ഈ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വേണം സംഭവങ്ങളെയും വ്യക്തികളുടെ ചെയ്തികളെയും നാം മനസ്സിലാക്കാൻ. പാപികളെ കർത്താവ് ശിക്ഷിക്കുന്നു, അനുതപിക്കുന്നവർക്ക് മാപ്പ് നൽകുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഉടനീളം ആവർത്തിക്കുന്ന ഒരു പ്രമേയമാണിത്. പാപികളെ ശിക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിയും അനുതപിക്കുന്നവർക്ക് മാപ്പ് നൽകുമ്പോൾ അവിടുത്തെ കരുണയും പ്രകടമാകുന്നു. വിജാതീയ ജനതകളുമായി വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുകയും അവരുടെ വിഗ്രഹാരാധനയിൽ പങ്കുചേരുകയും ചെയ്ത് കർത്താവിൽ നിന്ന് അകന്നു പോകുന്നവരെ കർത്താവ് വിജാതീയ ഭരണാധികാരികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ബാബിലോണിയൻ വിപ്രവാസം. ഇങ്ങനെ അടിമത്തത്തിൽ പൊറുതിമുട്ടിയ ജനം കണ്ണീരോടെ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് അവർക്ക് ഒരു വിമോചകനെ അയച്ച് രക്ഷ നൽകുന്നു. നശിപ്പിക്കാനല്ല, മാനസാന്തരത്തിലേക്ക് നയിക്കാനാണ് കർത്താവ് ശിക്ഷിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം തിരുവചനം പറയുന്നു, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ബലഹീനരും പാപികളുമായ മനുഷ്യരെയാണ് തൻ്റെ രക്ഷാകര പ്രവർത്തികൾക്ക് ഉപകരണങ്ങളായി ദൈവം തിരഞ്ഞെടുക്കുന്നത്. മനുഷ്യരുടെ പാപത്തെ പോലും രക്ഷയ്ക്കുള്ള സാഹചര്യങ്ങളാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. അതിനാൽ സ്വന്തം ബലഹീനതകളെയും വീഴ്ചകളെയും കുറിച്ച് നിരാശപ്പെടാതെ കർത്താവ് നൽകുന്ന പ്രചോദനം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഓരോരുത്തരും തയ്യാറാകണം. ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേചിച്ച് അയക്കുകയും ചെയ്തവരായ വ്യക്തികൾക്കും വലിയ വീഴ്ചകൾ സംഭവിക്കാം. ഉദാഹരണമായി സാവൂള്, അതുപോലെ ദാവീദ്, സാംസൺ എന്നിവർ. സാവൂൾ രാജാവാണ്,
ദാവീദ് രാജാവാണ്, സാംസൺ ന്യായാധിപനാണ്. അഹങ്കാരം നാശത്തിലേക്ക് നയിക്കും. അതിനാൽ നിരന്തരമായ ജാഗ്രത ആവശ്യമാണ് എന്നുള്ളതാണ് പ്രധാനം. ചെറിയ കാര്യങ്ങളെ ശ്രദ്ധിക്കാത്തവർ വലിയ കുഴിയിൽ വീഴും. ഉദാഹരണമായിട്ട്, കാനാൻകാരെ ഉന്മൂലനം ചെയ്യാതെ അവരുടെ ഇടയിൽ വാസമുറപ്പിച്ച ഇസ്രായേൽക്കാർ സാവധാനം എന്തുണ്ടായി? അവരുടെ വിശ്വാസവും, അതായത് കാനാൻകാരുടെ വിശ്വാസവും ആരാധനാ രീതികളും സ്വീകരിച്ച് അവസാനം കർത്താവിൽ നിന്നും തീർത്തും അകന്നുപോയി. ദൈവത്തിന്റെ നിയമങ്ങൾ നിസ്സാരമായി കരുതിയ സാംസൺ എന്തുണ്ടായി? കാഴ്ചയും ശക്തിയും നഷ്ടപ്പെട്ട് തടവുകാരനായി. അതായത് ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുകയും കർത്താവിനോട് പൂർണ്ണമായ വിശ്വസ്തത പാലിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇപ്രകാരമുള്ള സംഭവങ്ങളിലൂടെ ബൈബിൾ പറയുന്നത്. ജഫ്തായെയും മറ്റ് വിശ്വാസ വീരന്മാരെയും കുറിച്ച് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 11-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. അതായത് ഗിദയോൻ, ബാറക്, സാംസൺ, ജഫ്ത, ദാവീദ്, സാമുവൽ ഇവരെക്കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും പ്രതിപാദിക്കാൻ സമയം പോരാ. അതായത് വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയുന്ന അധ്യായമാണ് ഈ ഹെബ്രായർ 11-ാം അധ്യായം. അപ്പൊ ദാവീദിനോടും സാമുവൽ പ്രവാചകനോടും ഒക്കെ ചേർന്ന് ആരൊക്കെയുണ്ട്? സാംസണും ജഫ്തായും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഏകദേശം ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.